തിരുവനന്തപുരം പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ 10 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ ഒരു വീട്ടിൽ നിന്ന് പോയി. ബന്ധു നീതുവിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. ഭരതന്നൂര് നിഖിൽ ഭവനിൽ നീതു എന്ന 33 വയസ്സുകാരിയാണ് പാങ്ങോട് SHO ജിനേഷും സംഘവും അറസ്റ്റ് ചെയ്തത്. ഈ സംഭവം നടന്നത് ജൂൺ മാസത്തില് അവിടെ നഗരൂരെ വീട്ടിലെ വിവാഹം കഴിച്ചു വന്ന വധു അവരവരുടെ വീട്ടിൽ 20-25 ദിവസത്തേക്ക് പോയി. പരന്നൂർ കാവുള വീട്ടിൽ നിന്നും പോയ അവര് മടങ്ങി വന്ന് അവരുടെ സ്വർണ്ണാഭരണങ്ങൾ 10 പവൻ നോക്കുമ്പം അത് അലമാരയിലില്ല. ആ വീട്ടില് ആ നീതു എന്ന് പറഞ്ഞ സ്ത്രീയെ ബന്ധുവാണ്, അവർ വരാറുണ്ട്. അപ്പോൾ ഇവര് ഈ നവവധു അവരുടെ വീട്ടിൽ 20-25 ദിവസത്തേക്ക് പോയപ്പം ഇവരവിടെ ഉണ്ടായിരുന്നു. വല്യമ്മ മാത്രമേ അപ്പം വീട്ടിലുള്ളൂ. അതിനുശേഷം 10-25 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്ന് അവർ അലമാര തുറന്ന് നോക്കിയപ്പം ഇവരുടെ വിവാഹത്തിന് ലഭിച്ച 10 പവന്റെ ആഭരണമില്ല. ഈ സമയം വീട്ടിൽ മുത്തശ്ശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പോകുമ്പോൾ ഏതായാലും പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. 10 പവന്റെ ആഭരണം പോയി. ഏകദേശം ഇന്നത്തെ വില അനുസരിച്ച് 8 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും. മുമ്പും ഈ വീട്ടില് അവിടെ കാവുള്ള വീട്ടില് 1-2 സാധനം മോഷണം പോയിട്ടുണ്ട്. അത് ഒരു മോതിരവും ഒരു വളയും. അതെവിടെയെങ്കിലും വെച്ച് മറന്നു പോയതാകാം എന്ന് വീട്ടുകാർ വിചാരിച്ച് അന്ന് കേസ് കൊടുത്തില്ല. ഇപ്പോഴെന്തായാലും ഈ സാധനം കാണാതെ പോയപ്പം അവർ പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ കുറച്ച് ദിവസം കഴിഞ്ഞാണെങ്കിലും കേസ് കൊടുത്തു. അവിടെ ഒരു FIR രജിസ്റ്റർ ചെയ്തു. പാങ്ങോട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് വിവരം കിട്ടി. വീട്ടിൽ നിത്യസന്ദർശകയായ നിഖിൽ ഭവനിലെ നീതു എന്ന സ്ത്രീ അടുത്ത കാലത്ത് കുറെ വസ്ത്രങ്ങളൊക്കെ പുതിയ വാങ്ങിച്ചിരിക്കുന്നു, കുറച്ച് ആർഭാട ജീവിതം നയിക്കുന്നു. അതിന് പ്രത്യേക ഒരു വരുമാനം അവർക്കില്ല. അവരെ ഭർത്താവുമായിട്ട് ചില വഴക്കുണ്ടാക്കി ഭർത്താവ് ഇവരെ അടിച്ചു എന്ന് പറഞ്ഞ് പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ഈ സമയത്ത് തന്നെ ലഭിച്ചിരിക്കുകയും ചെയ്തു. അത് നീതുവിൻ്റെ തന്നെ പരാതിയാണ്. പക്ഷെ നീതുവിൻ്റെ ജീവിതം ഈ അടുത്ത കാലത്ത് കുറച്ച് ആർഭാടപരമായിരുന്നു എന്ന് മനസ്സിലാക്കി. അപ്പോൾ അതേപ്പറ്റി പോലീസ് അന്വേഷിച്ചു. അപ്പോൾ അവിടെ ഒരു പണയമെടുക്കുന്ന സ്ഥലത്ത് നീതു ഈ ആഭരണങ്ങൾ ആദ്യം കൊണ്ടുപോയി പണയം വെച്ചു. പിന്നീട് പണം ആവശ്യം വന്നപ്പം അത് അവിടുന്ന് എടുത്ത് കൊണ്ടുപോയി വിറ്റു. ഏതായാലും ആ സ്വകാര്യ പണമിടാട് സ്ഥാപനത്തിലുള്ളവർക്ക് ഇവരുടെ പണയം വെപ്പും ഇവർ പിന്നെ അത് എടുത്തിട്ട് കൊണ്ട് വിൽപ്പന എല്ലാം കൊണ്ട് സംശയം തോന്നി, എന്തെങ്കിലും പ്രശ്നമാണോ. അതുകൊണ്ട് അവര് ഈ ആഭരണത്തിന്റെ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു. അതിനുശേഷം പോലീസ് ഇവരെ സ്റ്റേഷനിൽ വിളിപ്പിച്ചു. ഭർത്താവുമായിട്ടുള്ള പ്രശ്നത്തിൽ 2-3 പ്രാവശ്യം വിളിച്ചിട്ട് ഇവര് പോലീസ് സ്റ്റേഷൻ വന്നെങ്കിലും ഈ വീടുമായിട്ടുള്ള ബന്ധവും അതുപോലെ അവിടുന്ന് സ്വർണ്ണാഭരണം മോഷണം പോയ കാര്യങ്ങളൊന്നും അവർ അഡ്മിറ്റ് ചെയ്യുന്നില്ല. എന്തായാലും പോലീസ് അത് വിടാതെ പിന്തുടർന്നു. അങ്ങനെയാണ് ഇവര് സ്വർണ്ണാഭരണം പണയം വെച്ചു എന്നുള്ള വിവരം കിട്ടി അവിടെ പോയി. അവര് പോലീസിനോട് സഹകരിച്ചു. സ്വകാര്യ പണമിടാട് സ്ഥാപനക്കാർ ആ ഫോട്ടോ എടുത്ത് വെച്ച് സൂക്ഷിച്ചത് വലിയ ഭാഗ്യമായി. അത് SHOയെ കാണിച്ചു. അത് വീട്ടുകാരെ കാണിച്ചപ്പം അത് അവരുടെ സ്വർണ്ണാഭരണം തന്നെ. എന്തായാലും നീതുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവർ ഭർത്താവിനെതിരായിട്ട് പരാതി ആയിട്ട് വരുമ്പോൾ അവരുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇവരെ രണ്ടുപേരുടെ സാന്നിധ്യത്തിൽ ഈ 10 പവന്റെ മാല പോയ വീടുകളെ പറ്റിയും അവരെ ബന്ധുവാണ്, അവിടെ പോകാറുണ്ടോ, അങ്ങനെയുള്ള കാര്യത്തിനും തൃപ്തികരമായ മറുപടി തന്നില്ല. ഏതായാലും ഇപ്പം ഈ പണയം വെച്ചത് അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. ആ വെച്ച സ്ഥാപനം പറഞ്ഞു. അവിടെ നിന്ന് പണയം വെച്ചതിൻ്റെ സ്വർണ്ണാഭരണത്തിൻ്റെ ഫോട്ടോയും കാണിച്ചു കൊടുത്തപ്പം അവർ കുറ്റം സമ്മതിച്ചു. അങ്ങനെ നീതുവിനെ പാങ്ങോട് പോലീസ് അവിടുത്തെ SHO ജിനേഷ് അറസ്റ്റ് ചെയ്തു. അവരെ റിമാൻഡ് ചെയ്തു. പല വീടുകളിൽ നമ്മളിത് കാണുന്നുണ്ട്. ബന്ധുക്കളായവർ പലരും വീട്ടിൽ വന്ന് അവരുമൊക്കെ ആയിട്ട് സംസാരിച്ച് അടുപ്പം കാണിച്ച് ആ സമയത്ത് വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങൾ
ഉണ്ടെന്നറിഞ്ഞാലെങ്കിൽ അതൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ധാരാളം സംഭവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പണത്തിന് വേണ്ടി അവർ അവരുടെ മാനം കളയുന്നതായിട്ടാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. കാരണം നീതു എന്ന് പറയുന്ന സ്ത്രീയെ ആർഭാടമായ ജീവിതം നയിച്ചപ്പോൾ ആൾക്കാർ നോട്ട് ചെയ്തു. തന്നെയല്ല, ഈ അവരുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് 10 പവൻ മോഷണം പോയിരിക്കുന്നു. അതുപോലെ പണയം വെക്കുന്ന സ്ഥാപനത്തിൽ ഇവരുടെ അവിടുത്തെ പണയം വെക്കാൻ ചെല്ലുന്നതും അത് തിരിച്ചു വാങ്ങുന്നതും അത് വിൽക്കാനാണെന്ന് പറയുന്നതൊക്കെ സംശയം അവർക്ക് തോന്നി. അതുകൊണ്ടാണ് അവർ ഫോട്ടോ എടുത്തു വെച്ചത്. എന്തായാലും കേസ് ഡിറ്റക്ഷനായി അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് അവർ പോവുകയും ചെയ്തു.